പഞ്ചായത്ത് മുഖേന സർക്കാർ വക ശൗചാലയത്തിന് അപേക്ഷിച്ചിട്ടും അവഗണിച്ചതോടെ വേറിട്ട പ്രതിഷേധവുമായി പാലക്കാട്ടെ ഒരു കുടുംബം. 5 മൈൽ സ്വദേശി അരവിന്ദാക്ഷനും കുടുംബവുമാണ് ശൗചാലയം അനുവദിക്കാത്ത പറളി പഞ്ചായത്തിലെ ആരും വോട്ട് ചോദിച്ച് വീട്ടിൽ കയറരുതെന്ന് വീടിന് മുന്നിൽ ഫ്ലക്സ് വെച്ചത്. സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും പഞ്ചായത്ത് ശൗചാലയം അനുവദിച്ചപ്പോൾ തങ്ങളെ മാത്രം മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ശൗചാലയം നിഷേധിച്ച പറളി പഞ്ചായത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രവേശനമില്ല. സർക്കാർ വക ശൗചാലയത്തിന് അപേക്ഷിച്ചിട്ടും ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും കിട്ടാത്തതിലെ പ്രതിഷേധമാണ് പാലക്കാട് പറളി 5 മൈൽ സ്വദേശിയായ അരവിന്ദാക്ഷൻ വീടിന് മുന്നിൽ എഴുതി വെച്ചിട്ടുള്ള ഈ വരികൾ. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് മരപ്പണിക്കാരനായ അരവിന്ദാക്ഷന്റെ കുടുംബം. അയൽവാസികൾക്കൊപ്പം ശൗചാലയം നിർമ്മിക്കാനുള്ള അപേക്ഷ എല്ലാ രേഖകൾ സഹിതം പഞ്ചായത്തിൽ നൽകിയെങ്കിലും അരവിന്ദാക്ഷന്റെ കുടുംബത്തെ മാത്രം മാറ്റി നിർത്തി. അർഹത ഉണ്ടായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മൂലം തന്റെ അപേക്ഷ വൈകിച്ചതോടെയാണ് വോട്ട് ചോദിച്ചാലും ഇനി വീട്ടിൽ വരേണ്ടതില്ലെന്ന് അരവിന്ദാക്ഷൻ പ്രഖ്യാപിച്ചത്. ഞങ്ങളുടെ ഒരു പഴയ വീടായിരുന്നു, അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അപ്പോൾ അതൊന്നും കിട്ടിയില്ലെങ്കിൽ വിഷയമല്ല, ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. അതായത് ശൗചാലയം വരെ ഞങ്ങൾക്ക് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല. ബോർഡ് വെച്ച് ഞാൻ തന്നെയാണ് കാരണം. ഇവരിൽ നിന്നും ഒരു പ്രതികരണം കിട്ടുന്നില്ല. ഈ സമയത്ത് ചെയ്തു പറഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കണം. ഇപ്രാവശ്യം എന്തായാലും എൻ്റെ വോട്ട് ചെയ്യില്ല. ഇതിന് തീരുമാനമായ ശേഷം ചെയ്യുക. ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് VO വന്ന് നോക്കി, മെമ്പർ വന്ന് നോക്കി, എന്നിട്ടൊന്നും ഞങ്ങൾക്ക് ഈ ബാത്റൂമിൻ്റെ പാസ്സായത് ഞങ്ങളുടെ അടുത്ത് പറയണേ ഇല്ല. ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചും കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 ദിവസം മുന്നേ കൂടി ഞങ്ങൾ മെമ്പറിനെ വിളിച്ചു. അപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ എന്നാണ് മെമ്പർ പറയുന്നത്. രാഷ്ട്രീയക്കാരുടെ ഔദാര്യത്തിനായി ഇനി കാത്തിരിക്കേണ്ടെന്നുറപ്പിച്ച അരവിന്ദാക്ഷൻ കയ്യിൽ നിന്നും പണം മുടക്കി ശൗചാലയം നിർമ്മിച്ചു. പക്ഷേ അവകാശങ്ങൾ എത്തിക്കാത്ത ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഇത്തവണ വോട്ട് ചെയ്യില്ലെന്നാണ് അരവിന്ദാക്ഷന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.